നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തിനുള്ള പുറപ്പാടിലാ നീ? രാഘവേട്ട, എനിക്ക് മാത്രമല്ല, രാഘവേട്ടനും പ്രാണന പ്രീതിയെ. അവൾക്കൊരു നല്ല ജീവിതം കൊതിച്ച നമ്മൾ അധ്വാനിച്ചതും പണം സമ്പാദിച്ചു കൂട്ടിയതും ഒക്കെ. അർജുനും അവളും സന്തോഷമായി ജീവിക്കുന്നതിന് ആദ്യം തടസ്സമായി നിന്നത് ഞാനും വസുമതിയുവാ. പക്ഷേ ഒരു കുഞ്ഞുണ്ടായതോടെ ഇരു കൂട്ടരും ആ പിണക്കമൊക്കെ പരസ്പരം മറന്നു. പിന്നീടെങ്കിലും അർജുനും പ്രീതിയും സന്തോഷമായും സമാധാനമായും ജീവിക്കുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. അത് തടഞ്ഞത് ദൈവമാണെങ്കിൽ പോട്ടെന്ന് വെക്കും സത്യഭാമ. ഇനി അതല്ല മനുഷ്യനാണെങ്കിൽ ആ ആളെ കോടതിക്കോ നിയമത്തിനോ വിട്ടുകൊടുക്കില്ല ഈ സത്യഭാമ. വിധിക്കുന്നതും ശിക്ഷ നടപ്പാക്കുന്നതും ഈ സത്യഭാമയായിരിക്കും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? രാഘവേട്ട, പ്രീതി പഞ്ചകൈലാസത്തിലെ പാറപ്പുറത്ത് വീഴുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ CCTV ഫൂട്ടേജിൽ കണ്ടത്. പ്രീതിയും സുസ്മിതയും തമ്മിലുണ്ടായ തർക്കം എന്താ? സുസ്മിത എന്തിനാ പ്രീതിയെ തടയാൻ നോക്കിയത്? ഇതിനൊന്നും തൃപ്തികരമായിട്ടുള്ളൊരു വിശദീകരണം ഇല്ല. പ്രീതിയുടെ ആരോഗ്യത്തെ തടയാൻ നോക്കിയെന്നല്ലേ സുസ്മിത എന്നുള്ള പരിശീലനം പറഞ്ഞത്? എങ്കിൽ അവൾ എന്തുകൊണ്ട് ആ കാര്യം നേരത്തെ നമ്മളോട് പറഞ്ഞില്ല? നുണപരിശോധനയിലും അന്വേഷകരെ കബളിപ്പിക്കാനല്ലേ അവൾ നോക്കിയത്. നുണപരിശോധനയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി എന്തിനവൾ ഈ കിഡ്നാപ്പിംഗ് നാടകം നടത്തി? രാഘവേട്ട, ഇതിനൊന്നും ഒരു ഉത്തരവില്ല. അതിനർത്ഥം സുസ്മിതയ്ക്ക് എന്തോ മറയ്ക്കാനുണ്ടെന്ന. അതായത് രോഹിത്തിന്റെ മിസ്സിങ്ങിനും പ്രീതിയുടെ ഇപ്പോഴത്തെ ഈ കിടപ്പിനും ശരിക്കും സുസ്മിതയുടെ കൈയുണ്ടെന്ന് അല്ലേ? ഇതൊക്കെ തന്നെയല്ലേ ഞാൻ നിന്നോട് നേരത്തെ പറയാൻ. രാഘവേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷെ അപ്പോഴും സുസ്മിതയെ ചേർത്ത് പിടിച്ചിരുന്നത് ഞാനാ. ഒരു ചൂണ്ടുവിരൽ അവൾക്ക് നേരെ ഉയരാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. സ്വന്തം ഭർത്താവിനെയും എന്റെ മകളെയും അപകടപ്പെടുത്തി ചതി ഒളിപ്പിച്ചു വെച്ചിട്ടാ അവൾ എന്റെ തണലിൽ നിന്നിരുന്നതെങ്കിലോ? അവൾക്ക് ഞാനൊരു സമ്മാനം കൊടുക്കണ്ടേ രാഘവേട്ട? അത് നീ എങ്ങനെ കണ്ടുപിടിക്കുന്ന? അവള് ചെയ്തതിന്റെ ഒക്കെ തെളിവുകൾ ശ്രീരഞ്ജനി തോണ്ടി എടുത്തിട്ടുണ്ടാവും രാഘവേട്ട, എനിക്കത് ഉറപ്പാ. അതുപോലെ കോടതി സുസ്മിതയെ കുറ്റക്കാരിയെന്ന് കണ്ടെത്തുമെന്നത്. അങ്ങനെ ഉറപ്പിക്കണ്ട ഭാമേ. നീതി നടപ്പാക്കപ്പെടേണ്ട സ്ഥലം തന്നെയാണ് കോടതി. പക്ഷേ എല്ലായ്പ്പോഴും അതങ്ങനെ തന്നെ ആവണമെന്നില്ല. സത്യം സൂര്യനെ പോലെ തെളിഞ്ഞു മുന്നിൽ നിൽക്കുമ്പോഴും അത് കാണാതിരിക്കാൻ കോടതിക്ക് മുമ്പിൽ കറുത്ത ഇരുമ്പ് മറകൾ സൃഷ്ടിക്കാനാവും മിടുക്കന്മാരായ വക്കീലന്മാർക്ക്, പ്രത്യേകിച്ചും അമീർ അബ്ദുള്ളയെ പോലുള്ളവർക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളുടെ മകൻ രോഹിത്തും ഈ നിൽക്കുന്ന സുസ്മിതയുമായി വിവാഹത്തിന് മുമ്പേ പ്രണയത്തിലായിരുന്നു അല്ലേ? അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആലോചിക്കേണ്ട കാര്യമില്ല പത്മാവതി അമ്മേ. മറുപടി തരണം. സാർ എന്താ ചോദിച്ചത്? നിങ്ങൾ എന്റെ ചോദ്യം കേട്ടു പത്മാവതി അമ്മേ. കേട്ടില്ലെന്ന് നടിക്കരുത്. അതെ, അവര് തമ്മിൽ പ്രേമത്തിലായിരുന്നു. അക്കാര്യം നിങ്ങൾക്കറിയാമായിരുന്നോ? അറിയാമായിരുന്നു. വിവാഹത്തിന് മുമ്പ് തന്നെ രോഹിത്തിനോടൊപ്പം സുസ്മിത പലവട്ടം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഉണ്ട്. അക്കാലത്ത് ഒരു വട്ടമെങ്കിലും ആ ബന്ധം തടയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്തു മറുപടിയാ പറയാ? വിവാഹത്തിന് മുമ്പ് തന്നെ നിങ്ങളുടെ മകൻ ഒരു പെൺകുട്ടിയുമായി അവിരാമം വീട്ടിൽ കയറി ഇറങ്ങുകയും അവളോടൊപ്പം ഹോട്ടലിലും പാർക്കിലും ബീച്ചിലും ചുറ്റിയിട്ടും അതിൽ നിങ്ങൾക്ക് അനുചിതമായി ഒന്നും തോന്നിയില്ലേ? അവരങ്ങനെയൊന്നും
പറയണം, അനുചിതമായി ഒന്നും തോന്നിയില്ലേ? അത് നല്ലൊരു കുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയല്ലേ? മിലോഡ്, നോട്ട് എ പോയിന്റ്. ആ പ്രേമബന്ധം എത്ര കാലം തുടർന്നിട്ടുണ്ടാവും? ഏകദേശം 1 വർഷം. ഈ കാലയളവിനിടെ നിങ്ങൾ അവളുടെ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. വിലാസം, അച്ഛനമ്മമാരുടെ ഫോട്ടോ കണ്ടുള്ള പരിചയം, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഇല്ലായിരുന്നു സാറേ. അതുകൊണ്ടല്ലേ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ രോഗത്തിന് അവളെ അന്വേഷിച്ച് ഇറങ്ങേണ്ടി വന്നത്. മിലോഡ്, നോട്ട് ദിസ് ടു. ഈ നിൽക്കുന്ന സുസ്മിതയാണ് നിങ്ങളുടെ മകൻ രോഹിതിനെ കൊലപ്പെടുത്തിയതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, അല്ലേ? അതെ സാറേ, ഇവള് തന്നെയാ. ഇവളോട് നിങ്ങൾക്ക് തീർത്താൽ തീരാത്ത പകയുണ്ട്. ചൈന കോളനിയിലെ പെണ്ണുങ്ങളും നിങ്ങളും കൂടി സുസ്മിതയെ വലിച്ചു കീറുമെന്ന് പരസ്യമായി നിങ്ങൾ പ്രഖ്യാപിച്ചതാണ്. രോഹിത് കൊല്ലപ്പെട്ടുവെന്ന് ആരോപിക്കുന്ന ദിവസത്തിന് ശേഷം പിന്നെയും സുസ്മിത നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ കാരണമെന്താണ് പത്മാവതിയമ്മേ? അത്രയും പകയുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനവളെ അവിടെ താമസിക്കാൻ അനുവദിച്ചു? മറുപടി പറയണം പത്മാവതിയമ്മേ. 5 ലക്ഷം, അതല്ലേ കാരണം? മിലോഡ്, ബാലചന്ദ്ര ഫിനാൻസ് എന്നൊരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും തന്റെ മകൻ രോഹിത് 5 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ടെന്നും ആ സ്ഥാപനത്തിന്റെ ഉടമയായ ബാലചന്ദ്രനുമായി സുസ്മിതയ്ക്ക് പരിചയമുണ്ടെന്നും സുസ്മിതയിലൂടെ ആ പരിചയം മുതലെടുത്ത് കടം ഒഴിവാക്കാമെന്നും ഇവർ കരുതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നഷ്ടപ്പെട്ട ആ മകളുടെ പേരിട്ട് ചേച്ചിനെ വിളിക്കാനും സ്നേഹിക്കാനും ഒക്കെ തുടങ്ങിയപ്പോ ആ അമ്മയുടെ സ്ഥാനം എവിടെയായി? നൊന്തുപെറ്റ ഒരു അമ്മയ്ക്കും അത് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അതിന്റെ വേദന ചേച്ചിക്ക് അറിയില്ല. പക്ഷെ എനിക്കറിയാം, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവളാ ഞാൻ. ഇവളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടോ? ചേച്ചിയുടെ അമ്മ ഒരിക്കലും ചിലപ്പോ എന്നെ മറ്റൊരു കണ്ണിൽ കാണില്ലായിരുന്നു. അതിന് കാരണം അമ്മയോടുള്ളതിനേക്കാൾ സ്നേഹം ചേച്ചി എന്നോട് കാണിച്ചതാ. ചേച്ചിയുടെ അമ്മയ്ക്ക് ഞാൻ ശത്രുവാകാൻ കാരണം അതാ. അമ്മ അതൃപ്തി കാണിക്കുമ്പോ ചേച്ചിക്ക് വാശി കൂടും. മനസ്സ് നൊന്ത് പാവം ചേച്ചിയുടെ അമ്മയ്ക്കും. നീ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നി തുടങ്ങി. വാശി തീർക്കാനായി ഒരിക്കലും സ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കിട്ട് കൊടുക്കരുത്. പലവട്ടം ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ, അമ്മയും അച്ഛനും കഴിഞ്ഞേ ഞാൻ ഉണ്ടാവൂന്ന്. കാരണം ഞാൻ എപ്പോഴായാലും ചേച്ചിയെ വിട്ടു പോവേണ്ടതല്ലേ. കൂടെപ്പിറപ്പുകൾ അവരുടേതായ ജീവിതത്തിലേക്ക് പോകേണ്ടവരാ ചേച്ചി. എന്നാൽ അച്ഛനമ്മമാർക്ക് മക്കളെ കുറിച്ച് ഓർത്തുള്ള ജീവിതമേ ഉള്ളൂ. ചേച്ചി അതറിയുന്നത് ചേച്ചി ഒരു അമ്മയാവുമ്പോഴാണ്. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം സ്വാർത്ഥതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ തമ്മിൽ പലപ്പോഴും ഉരസാൻ കാരണം അതാണ് അമ്മ. അമ്മയുടെ സ്നേഹം സ്വാർത്ഥതയല്ലാതെ മറ്റെന്താ ചേച്ചി? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നല്ലേ മക്കള് വരുന്നത്. ഒരു ചതിയന്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വന്നാലും അമ്മ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് അമ്മയുടെ ഭാഗമായതുകൊണ്ടല്ലേ. ഇവള് ഞാൻ കരുതിയ പോലൊരു പെണ്ണല്ലല്ലോ. ശ്രീകുട്ടിയെ എന്നിൽ നിന്നും അകറ്റാൻ അവൾ ശ്രമിക്കുന്നതെന്നല്ലേ ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചത്. ചേച്ചിക്കറിയോ, ചേച്ചി അമ്മയെ ഒഴിവാക്കി എന്നെ നിർബന്ധിച്ച് ചേച്ചിയുടെ കൂടെ കിടത്തുമ്പോ അമ്മ എവിടെയായിരുന്നു എന്ന്? അമ്മ റൂമിൽ പോയില്ലേ? അല്ല,
ചേച്ചിയുടെ അമ്മ രാത്രി മുഴുവനും സെറ്റിയിലാ കഴിച്ചു കൂട്ടാറ്. ഒരിക്കല് അദ്ദേഹത്തിന്റെ അമ്മ ഫോണിൽ വിളിച്ചപ്പോ ഞാൻ മുകളിലേക്ക് ചെന്നു. അവിടെ സെറ്റിയില് ചേച്ചിയുടെ അമ്മ കരഞ്ഞു തളർന്ന് മയങ്ങിക്കിടക്കുന്നതാ കണ്ടത്. ഒരു പുതപ്പെടുത്ത് ചേച്ചിയുടെ അമ്മയെ പുതപ്പിച്ചിട്ടാ ഞാൻ പോന്നത്. പിന്നെ എല്ലാ രാത്രികളിലും ഉറങ്ങിക്കഴിയുമ്പോ ഞാൻ വന്ന് ചേച്ചിയുടെ അമ്മയെ പുതപ്പിക്കാറുണ്ട്. നേരം പുലരുമ്പോ അതറിയാറുണ്ട്. രാത്രി പ്രഭ എപ്പോഴോ വന്ന് പുതപ്പിച്ചതാണെന്നാ ഞാൻ കരുതിയത്. പ്രഭയോടത് ചോദിക്കാനും പോയില്ല. ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും ഉള്ളിൽ പ്രഭയ്ക്ക് സ്നേഹമുണ്ടെന്ന് ഞാനും കരുതി. അമ്മോ, എനിക്കിതിപ്പോ തന്നെ അമ്മയോട് പറയണം. അരുത്, ചേച്ചിയുടെ അമ്മയ്ക്ക് അത് ഇഷ്ടാവില്ല. എനിക്ക് മനസ്സിലായി അമ്മു. അമ്മയ്ക്ക് ഞാൻ കഴിയുന്നത്ര സന്തോഷം കൊടുക്കും. എനിക്ക് അമ്മയോടുള്ള സ്നേഹം അറിഞ്ഞെങ്കിലും നിന്നെ അംഗീകരിക്കാൻ അമ്മയ്ക്കൊരു മനസ്സ് വരട്ടെ. സ്നേഹത്തോടെ അമ്മ നിന്നോടൊരു വാക്ക് പറയുന്നതിൽ കവിഞ്ഞ് എനിക്കൊരു സന്തോഷമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളുടെ അച്ഛൻ കാരണം അവരുടെ കുടുംബം തകർന്നു പോയതിന് എണ്ണി എണ്ണി കണക്ക് തീർക്കാൻ അവർ വന്നിരിക്കുന്നത്. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? അവര് തന്നെ എന്നോട് പറഞ്ഞതാ. മാണിക്യമംഗലത്ത് വെച്ച് ഞാൻ അവരെ കണ്ടിരുന്നു. എന്റെ കഴുത്തിൽ താലി കെട്ടിയത് നിങ്ങളാണെന്ന സത്യം ദക്ഷയ്ക്കറിയാം. ആ പേടി കാരണം ഞാൻ ഇതുവരെ ആരോടും പറയാതിരുന്നത്. ആ തറവാട് കൊടുക്കരുതെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കാനുള്ള കാരണം അതാ. ഒളിഞ്ഞും തെളിഞ്ഞും അവർ ഈ കുടുംബത്തോട് പലതും ചെയ്യുന്നുണ്ടായിരുന്നു. ചേച്ചിയെ 2 തവണ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ദക്ഷയാ. ലക്ഷ്മി, നീ പറയുന്ന സത്യമാണോ? അതെ. മുത്തശ്ശനെ ഫോണിൽ വിളിച്ച് ചേച്ചി അപായപ്പെടുത്തിയ വിവരം അറിയിച്ചത് ദക്ഷയാ. പണിക്കരെ, നിങ്ങളുടെ കൊച്ചുമോൻ താലി കെട്ടാൻ നിശ്ചയിച്ച കൊച്ചുമോളുണ്ടല്ലോ, ശ്രീകുട്ടി. പാവം, ജീവിതം എന്തെന്നറിയുന്നതിന് മുൻപ് അവളീ ലോകം വിട്ടുപോയി. ഇത് മംഗലശ്ശേരി ഗംഗാധര പണിക്കർക്ക് ഞാൻ തരുന്ന ആദ്യത്തെ തിരുവുൾ കാഴ്ച. അവര് നാട്ടിൽ തന്നെയുണ്ട്. വെച്ചേക്കില്ല ഞാൻ അവളെ. അവൾ എവിടെ ഉണ്ടെന്നുള്ള വിവരം ശർമാജിക്ക് അറിയാം. നിങ്ങൾ ഇത് എന്ത് ഭാവിച്ച? എന്റെ ജീവിതം തകർത്തവരെ വകവരുത്താൻ കൊല്ലണോ എനിക്ക് അവരെ? നിങ്ങൾ പോകുന്നതേ എന്നെ കൊന്നിട്ട് വേണം. ഇതിന് ഞാൻ മടിക്കില്ല. മാറു മുന്നിന്ന്. എനിക്ക് അവരോടുള്ള കണക്ക് തീർക്കണം. ഒരു സ്ത്രീയെ കൊന്നാണോ കണക്ക് തീർക്കുന്നത്? അവര് സ്ത്രീയോ? പേ പിടിച്ച നായ അവര്. നായക്ക് പേ പിടിച്ച ആൺ പെൺ വ്യത്യാസം ഇല്ല. വഴി മാറാനാണ് എന്നോട് പറഞ്ഞത്. നിങ്ങളുടെ ഈ എടുത്തുചാട്ടം കൊണ്ടാ അറിഞ്ഞിട്ട് ഞാൻ പറയാൻ മടിച്ചത്. മാണിക്യമംഗലത്തുകാരോട് മംഗലശ്ശേരിക്കാര് അറിഞ്ഞോ അറിയാതെ ചെയ്തത് വലിയ തെറ്റാണ്. എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? നിങ്ങളുടെ കുടുംബം കാരണം
എത്ര മരണങ്ങൾ ആ കുടുംബത്തിന് സംഭവിച്ചത്? അതേപ്പറ്റി എന്തെങ്കിലും അറിയോ നിങ്ങൾക്ക്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്നെ കൈവിടരുത്. അമൃതയടുത്തേക്ക് ഞാൻ കാരണം എന്തോ വിഷമം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് എന്നെ അറിയിക്കണം. ശ്യാമേ, എന്താടോ? എന്റെ സന്തോഷം മുഴുവൻ ഇല്ലാതാവാ സർ. ആദ്യം ഞാൻ മനസ്സുകൊണ്ട് അമൃതയടുത്തെ കുറ്റപ്പെടുത്തിയത്. പക്ഷെ ഇപ്പൊ തോന്നുന്നു കുറ്റം എന്റെ ഭാഗത്താണെന്ന്. ഒരു കാരണമില്ലാതെ അമൃതയടുത്തെ വെറുതെ ദേഷ്യം കാണിക്കുക. ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് അമൃതയടുത്ത് പറയുന്നുമില്ല. എന്തായാലും താലി കെട്ട് കഴിയട്ടെ. അതുവരെ മറ്റൊന്നും ചിന്തിക്കണ്ട. പിന്നെ നാളെ പുതിയ പാട്ടിന്റെ റെക്കോർഡിംഗ്, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കേ. അപ്പോ മനസ്സങ്ങ് ശാന്തവും. ഞാൻ എങ്ങനെയാ സർ പാടുന്നത്? മനസ്സ് സന്തോഷിച്ചാലല്ലേ പാട്ട് പാടാൻ പറ്റുള്ളൂ. തിരിച്ചും സംഭവിക്കുമല്ലോ. പാട്ട് പാടിയാ സന്തോഷം വരും. അമൃതകരുതി എന്താക്കി? അമൃതകരുതി, ഞാൻ അമൃതകരുതിയെ വിഷമിപ്പിക്കുന്നതല്ല. ശ്യാമയ്ക്കൊരു ആശ്വാസത്തിന് വേണ്ടി ചോദിക്കുക. ശ്യാമ അമൃതയടുത്തോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അഥവാ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താ? എഴുതി പറഞ്ഞാലല്ലേ തെറ്റ് തിരുത്താൻ പറ്റൂ. അഖി, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ എന്നോട് ചോദിക്കണ്ടെന്ന്. എന്നോട് ചോദിക്കണ്ട. ശരി, എങ്കിൽ വേണ്ട, പറയണ്ട. എഴുത്തിയും ഐശ്വര്യത്തിന്റെ കൂടെ ചേർന്നുല്ലേ? ശ്യാമയ്ക്ക് ഞാനുണ്ട്. ലോകത്തിലെ ആരൊക്കെ ശ്യാമ എതിർത്താലും ഞാനുണ്ട് എന്റെ ശ്യാമയുടെ കൂടെ. ചുമ്മാ ദേഷ്യം കാണിച്ച് നടക്കുന്നവരുടെ പോയി പണി നോക്കാൻ പറ. താൻ വിഷമിക്കാതെ. തന്നെ ഞാനും എന്നെ താനും മനസ്സിലാക്കുന്നുണ്ടല്ലോ, അത് മതി. വേറെ ആരും സ്നേഹിക്കണ്ട. ഞാനുണ്ടോ കൂടെ, വിഷമിക്കാതിരിക്കേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമേ, എന്ത് വിഡ്ഢിത്തം മോളെ നീ കാണിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അച്ഛനോടോ ഞങ്ങളോടൊക്കെ ഒന്ന് ചർച്ച ചെയ്തൂടെ? അല്ലെങ്കിൽ അഖിലിനെങ്കിലും ഒന്ന് അറിയിക്കണ്ടേ? അച്ഛാ, അച്ഛൻ ഈ രാജിക്കത്ത് കീറിക്കളയണം. പെട്ടെന്നുണ്ടായെന്ന വിഷമത്തി ശ്യാമ രാജിക്കത്ത് തന്നേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്നൊരു തോന്നൽ വരുമ്പോ രാജി എഴുതി തന്നിട്ട് പോകാനുള്ള സ്ഥാനമല്ല ഇത്. ഇനി ശ്യാമയല്ല, നിങ്ങൾ എല്ലാവരും രാജിവെച്ചാലും കമ്പനി മുന്നോട്ട് തന്നെ പോവും. ഞാനും വസുന്ധരയും കൂടെ തുടങ്ങിയതായത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ നടത്തിക്കൊണ്ടുപോകും. വ്യക്തിയല്ല, പ്രസ്ഥാനമാണ് വലുത്. എത്രയോ ഭരണാധികാരികൾ മരിച്ചു പോകുന്നു, എന്നിട്ട് നാടിനൊന്നും സംഭവിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് രാജിയെന്ന് പറഞ്ഞ് ആരും എന്നെ വരട്ടെ എന്നും വേണ്ട.
അച്ഛൻ ഞാനങ്ങനെ വിരട്ടിയതൊന്നും അല്ല, കാര്യമായിട്ട് തന്നെയാ. കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ആദ്യം അത് പരിഹരിക്കാൻ മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടോന്ന് വേണം നോക്കാൻ. അല്ലാതെ ചാടിക്കയറി രാജിവെക്കല. ഇത് കമ്പനിക്കാരല്ല അഖിൽ സർ, മനസ്സിലെ പ്രശ്നങ്ങളാ. എന്റെ അഭിപ്രായത്തില് ആ കുഞ്ഞിനെ മനപ്രയാസപ്പെടുത്തരുതെന്ന, രാജിവെക്കാൻ സമ്മതിക്കണം. അപ്പച്ചി, അപ്പച്ചിയോടെ ചോദിച്ചില്ല. ആദ്യമായിട്ട് അപ്പച്ചിയോട് ചൂടാവുന്ന എന്തിനാ? അപ്പച്ചി പറഞ്ഞത് ന്യായമായ കാര്യമില്ലേ? ഐശ്വര്യ മതി, നിർത്ത്. അമൃത, അമൃത മോൾക്ക് ഒന്നും പറയാനില്ലേ? അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ അച്ഛാ, ഞാനെന്ത് പറയാൻ? ഞാനെന്തു പറയാനാണെന്നോ? ഇത് അമൃതയുടെ കൂടി കമ്പനിയാ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അമ്മേ. എന്തായാലും എനിക്കതിൽ നിന്നുള്ള നേട്ടങ്ങളൊന്നും വേണ്ട. ആര് പോയാലും എനിക്കൊന്നുമില്ല, ആര് വന്നാലും അതുപോലെ തന്നെ. അതെന്താ മോളെ, സംസാരത്തിലൊക്കെ ഒരു മര്യാദക്കുറവ്? അയ്യോ അച്ഛ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അച്ഛനോടും അമ്മയോടും എനിക്ക് അങ്ങേയറ്റത്തെ ബഹുമാനാ. ശ്യാമയുടെ പെട്ടെന്നുള്ള രാജിക്ക് പിന്നിലെ കാരണം ഞാൻ പറയട്ടെ. അമൃതയാണ്. അല്ലേ മോളെ? അതെങ്ങനെയാ അച്ഛൻ ഞാൻ കാരണമാവുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തായി? അഡ്രസ് പറഞ്ഞു തന്നു, ഉടൻ ചെല്ലാൻ. ആണോ? എന്നാ പിന്നെ മോള് സമയം കളയണ്ട, പെട്ടെന്ന് ചെല്ലേ. തുളസി, ആ സാധനം എടുത്തോ. ഇതാ, പോയിട്ട് വാ. മോളെ ഒന്ന് നിന്നേ. എന്തോ എന്റെ മനസ്സ് പറയുന്നു, ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന്. പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ. ഈ പ്രസാദുമായിട്ടുള്ള ബന്ധം നന്നായിട്ടാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് അതൊരു വലിയ വളർച്ചയായിരിക്കും. അറിയാം സീതമ്മേ, അതാ ഞാനും ആലോചിക്കുന്നത്. ഈ അമ്മ ഇവന്റ്സുമായിട്ടൊരു ധാരണയിലെത്തിയാ നമ്മൾ രക്ഷപ്പെട്ടു, നിരന്തരം വർക്ക് കിട്ടും. പക്ഷേ ഈ പ്രസാദിന്റെ സ്വഭാവം എങ്ങനെ ഇരിക്കുമെന്നായ എന്റെ ഒരു ടെൻഷൻ. ഒന്ന് രണ്ടുപേര് പറഞ്ഞു കേട്ടത് ആളൊരു അറഗന്റ് ആണെന്ന്. വെട്ടൊന്ന് മുറി രണ്ടെന്ന് പറഞ്ഞു നിന്നാ ആളുകളുടെ അടുത്ത് ഇടപെടാൻ പറ്റുമോ? പറ്റണം നമുക്ക്. ഈ വെട്ടൊന്ന് മുറി രണ്ടുകാര് മനസ്സിൽ വളരെ നല്ലവരാണെന്ന എന്റെ ഒരു അഭിപ്രായം. അവർക്കൊരു കാഴ്ചപ്പാടും നിശ്ചയദാർഢ്യവും ഒക്കെ കാണും. അത് മനസ്സിലാക്കി പെരുമാറിയാ മതി. പിന്നെ ആ കൂട്ട് എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒന്നും അറിഞ്ഞൂടാ. ആദ്യം ആൾ ആരാണെന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം കൂട്ടുകൂടണോ മാറിപ്പോണോന്നൊക്കെ. അപ്പൊ പോയിട്ട് വരാം. ശരി. എന്റെ ദൈവമേ, ഇവർക്ക് ആ പ്രസാദനം കാണുമ്പോ ഇഷ്ടപ്പെടണേ. എന്നാലും ഇനി മുന്നോട്ട് പോകാനാവും. എന്താ കുട്ടി നാരായമേ, വല്ലതും നടക്കോ? എന്തു പറയുന്നു? നടക്കല്ല, ഓടും, ഓട്ടിക്കും ഞാൻ. പക്ഷെ സാറേ,
ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോഴേ അതിനതിൻ്റെതായ കീഴ്വഴക്കങ്ങളും നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. സാറിനത് അറിയില്ലെങ്കിലേ ബാസി അത് പറഞ്ഞു പറഞ്ഞ അങ്ങോട്ട്. സാറിന് അറിയാത്തൊന്നും എനിക്ക് പറഞ്ഞുകൂടാ. ഇയാൾ എന്തിനാ എല്ലാം കൂടെ എന്നെ പരിചായിരുന്നേ? കുട്ടിയെ ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തതേ നീ ഇടപെട്ടിട്ടാ, അതുകൊണ്ടാ. മതി മതി, തനിക്ക് കിട്ടാനുള്ളത് കിട്ടും. ഇത് അഡ്വാൻസ്. ഞാൻ ഉദ്ദേശിക്കുന്ന മട്ടിൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയാൽ ബാക്കി അപ്പോ. ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ പെൺകുട്ടികളുടെ പടം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. ഇപ്പൊ അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ശരിയായ വഴി ആ കൊച്ചു വക്കീലിനെ കണ്ടെത്തി അയാള് വഴി വേണം ഇവരിലേക്ക് എത്താൻ. അത് സാറ് ഒന്നുകൊണ്ട് വ്യസനിക്കണ്ടേ. ഇനി ഇവളുമാരെ ഈ ഞാൻ കണ്ടുപിടിക്കുന്ന കാര്യം ഉറപ്പാ. അല്ലെങ്കിൽ ഈ കതറുമുണ്ടിൽ തൂങ്ങി ചാവും ഞാൻ. അത് എന്നൻകുട്ടിയുടെ വാക്കാ. വരട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.